ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇന്നത്തേത് നമ്മുടെ ഒരു മൂന്നാർ ട്രിപ്പിൻ്റെ വീഡിയോ ആണ്. ഫസ്റ്റ് ഡേ ആണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതിപ്പോൾ ഞങ്ങളിത് റെഡി ആയിട്ടിരിക്കുകയാണ് പോകാനായിട്ട്. ഞങ്ങൾ 2 ഫാമിലിയാണ് ഈ വണ്ടിയിൽ കയറിയത്. പിന്നെ വേറെ 2 ഫാമിലി വേറെ വണ്ടിയിലാണ് കേട്ടോ വന്നത്. മൊത്തം 4 ഫാമിലി ആയിട്ടാണ് ഞങ്ങൾ കറങ്ങാൻ പോയത്. അങ്ങനെ തന്നെ ഞങ്ങൾ എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നിർത്തിയതാണ് ഇവിടെ. അപ്പോൾ ഞങ്ങൾ മസാല ദോശ അങ്ങനെ ഐറ്റം എന്തെങ്കിലും വെജ് കഴിക്കാമെന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ പ്യുവർ വെജ് ഹോട്ടലിൽ നിർത്തിയത്. അങ്ങനെ തന്നെ ഞങ്ങൾ അവിടെ എത്തി, ഹോട്ടലിൽ കയറി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഓർഡർ ചെയ്തു. കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഗ്യാസിൻ്റെ പ്രോബ്ലമൊക്കെ ഉള്ള കാരണം കൊണ്ട് അവർക്ക് കുക്ക് ചെയ്യാനുള്ള ടൈമൊക്കെ വേണമല്ലോ. അപ്പോൾ കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു. എന്നാലും വലിയ കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു കേട്ടോ അവിടെ. പിന്നെ ചിലർ ദോശ, നോർമൽ ദോശ, ചിലർ മസാല ദോശ, ചിലർ ഇടിയപ്പം, അങ്ങനെ മിക്സ് ആയിട്ടാണ് ഞങ്ങൾ മേടിച്ചത്. അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് കഴിച്ചു. അത് കഴിഞ്ഞാൽ എല്ലാവരും അവിടെ നിന്ന് നേരെ ഇറങ്ങിയത്. നേരെ നമ്മൾ മൂന്നാർക്കാണ് കേട്ടോ പോകുന്നത്. പിന്നെ അവിടെ നിർത്തലൊന്നുമില്ല. അപ്പോൾ അവിടെ നിന്ന് നേരെ ഞങ്ങൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറച്ച് പിള്ളേർ ഹാപ്പിയായി, വലിയൊരു ഹാപ്പിയായി. അങ്ങനെ എല്ലാവരും കൂടെ മൂന്നാർക്ക് തിരിച്ചു കേട്ടോ. അവിടെ നിന്ന് നമ്മൾ നേരെ മൂന്നാർ എത്തിയിട്ട് നേരെ കയറുന്നതും ലഞ്ചിൻ്റെ ടൈമിലാണ്. അപ്പോൾ അതുകൊണ്ട് നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ തന്നെ അവിടെ നിന്ന് കയറിയത്. കാരണം ഒരു 4-4.5 മണിക്കൂർ എടുത്തു ട്രാവൽ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വിശന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇനി ഫുഡ് കഴിച്ചിട്ട് ഇനി കറങ്ങി നേരെ റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ഫുഡ് കഴിക്കാൻ കയറിയതിൽ ചിലർ മീൽസ് ഓർഡർ ചെയ്തു, ചിലർ ബിരിയാണി, അങ്ങനെ അവിടത്തൊക്കെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പോയത് ഒരു ബോട്ടിംഗ് സെൻ്ററാണ്. അപ്പോൾ അവിടെ ബോട്ടിങ് മാത്രമല്ല, കുട്ടികൾക്കുള്ള പാർക്ക്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റത്തെ ഞങ്ങൾ ചെന്ന സ്ഥലം എന്ന് പറയുന്നത് ഇതായിരുന്നേ, മൂന്നാർ തന്നെയാണ് അവിടെ. അപ്പോൾ മൂന്നാറിലുള്ള ഒരു സ്ഥലമാണിത്. അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ ടിക്കറ്റൊക്കെ എടുത്ത് പിള്ളേരൊക്കെ കണ്ടോ കട്ട വെയിറ്റിങ്ങിലാണ്. കാരണം ഫസ്റ്റ് സെൻ്ററാണല്ലോ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനുള്ളിലേക്ക് ഇറങ്ങാനായിട്ട് കുറച്ച് സ്പേസ് ഉണ്ട് കേട്ടോ. താഴെയാണ് ഈ വരുന്നത്. അപ്പോൾ നമ്മളൊരു ചെറിയൊരു റോഡിലൂടെ വേണം, ടൈലിട്ട റോഡാണ്, അതിലൂടെ വേണം നമ്മൾ താഴോട്ട് ഇറങ്ങാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതാ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണം. അടിപൊളി വ്യൂ ആണേ. ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് നല്ല ബാക്ക്ഗ്രൗണ്ടും അങ്ങനെയായിട്ട് നല്ല രസമാണ് കാണാനായിട്ട്. അങ്ങനെ എല്ലാവരും കൂടെ ഇത്രയും നേരം ട്രാവൽ ചെയ്തതല്ലേ, പിന്നെ ഫുഡൊക്കെ കഴിച്ചാൽ എല്ലാവർക്കും വയറൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇറങ്ങാനും കുറച്ച് ഒരു പതുക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതാ, പിന്നെ അവിടെ തീരെ എന്താ പറയുക, ചൂടുണ്ടായില്ല കേട്ടോ. അത്യാവശ്യം തണവൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതാ താഴേക്ക് എത്തി. പിള്ളേരൊക്കെ അങ്ങനെ കളിക്കാൻ പോയി. ഓരോരുത്തരും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടു കേട്ടോ. അവിടെ എത്തിയിട്ട് കുറേ പേര് അവിടെ റെസ്റ്റ് എടുത്തു, കുറേ പേര് ഊഞ്ഞാലാടി, അങ്ങനെ ഓരോരോ ആക്ടിവിറ്റീസിലായിട്ട് നിന്നു. പിന്നെ ഇവിടേക്ക് കയറി കഴിഞ്ഞാൽ ഒരു ടിക്കറ്റ് എടുത്താൽ മതി, നമുക്ക് എല്ലായിടത്തും കയറാം, അങ്ങനെയാണ്. അപ്പോൾ ഇതാ പല ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ. പിന്നെ താഴെയാണ് ബോട്ടിങ് വരുന്നത്. അപ്പോൾ ഒരു ചെറിയ ലേക്കൊക്കെ കാണാൻ പറ്റും നമുക്ക്. അപ്പോൾ ബോട്ടിങ്ങിന് പോണവർക്ക് താഴോട്ട് ഇറങ്ങി ബോട്ടിങ്ങിൽ പോവാം. അല്ലാത്തവർക്ക് മുകളിലിരുന്ന് ബോട്ടിങ്ങിന് പോണവരെ ബോട്ട് ഇങ്ങനെ പോകുന്നത് കണ്ട് ആസ്വദിച്ച് മേലെ ഇരിക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലോട്ട് വിട്ടു. അപ്പോഴേക്കും ഏകദേശം ടൈമായി, ഉച്ച തിരിയണ ടൈമായി. അങ്ങനെ നേരെ റൂമിലോട്ട് പോയി. ഇത് ഞങ്ങളുടെ റൂമിൻ്റെ വ്യൂ ആണ്. റൂമിൻ്റെ താഴെയുള്ള ടെൻറ്റിലേക്ക് പോണ വഴിയാണ് ഇത്. അപ്പോൾ ചുറ്റും കാട്, നല്ലൊരു എന്താ പറയുക, ഒരു വ്യൂ ഉള്ള സ്ഥലമായിരുന്നു റൂം എന്ന് പറയുന്നത്. അപ്പോൾ താഴെ ടെൻറ്റും മുകളിൽ റൂമും ആയിരുന്നു. അപ്പോൾ ടെൻറ്റിലേക്ക് പോകുന്ന വഴിയാണിത്. അത് കുറച്ചൊരു ഹാർഡാണ് കേട്ടോ. ഗ്രിപ്പൊന്നും നമുക്ക് തീരെ കിട്ടില്ല. ചുറ്റും കാട്, അടിയിലേക്കൊരു കൊക്ക പോലെയാണ്. ചെറിയൊരു വഴിയേ ഉണ്ടാവുള്ളൂ നമുക്ക് നടന്നു പോകാനായിട്ട്. അപ്പോൾ കുറച്ചൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അല്ലെങ്കിൽ ഉണ്ടല്ലോ അതൊക്കെ കണ്ട കാടാണ് മൊത്തം. ഒന്ന് സ്ലിപ്പായി നമ്മൾ നേരെ അതിലോട്ടാവും വീഴുക. അപ്പോൾ ഒന്ന് കെയർ ചെയ്തിട്ട് വേണം പോകാനായിട്ട്. പക്ഷെ നല്ല വ്യൂ ആണ്, നല്ല രസമാണ് കാണാനായിട്ട്. തീരെ ചൂടില്ല, നല്ല തണുപ്പാണ്. ഇപ്പോൾ എന്താ പറയുക, ഒരു 4 മണി 4:30 തോന്നുന്നു ടൈം. പക്ഷെ അപ്പോഴൊക്കെ നല്ല തണുപ്പാണ്. അങ്ങനെ നമുക്കൊരു ചൂടിൻ്റെ ഒന്നും ഒരു ഫീൽ ചെയ്യില്ല കണ്ടോ. പിന്നെ അവിടെ നല്ല ടെൻറ്റുകൾ, വലിയ ടെൻറ്റുകളുണ്ട്. പിന്നെ കുറേ ചെയറുകൾ, ചെറിയൊരു ടേബിള്, അങ്ങനെ എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ അവിടെ. അത്യാവശ്യം വലിയ ടെൻറ്റാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിൽ ഒരു 3-4 ആൾക്ക് കിടക്കാനൊക്കെ സുഖമായിട്ട് കിടക്കാൻ പറ്റും. അത്യാവശ്യം അടിപൊളി നല്ല ടെൻറ്റാണ്. അവരതിൻ്റെ ഉള്ളിൽ തന്നെ ബ്ലാങ്കറ്റും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിള്ളേർക്കൊക്കെ ഭയങ്കര ഹാപ്പി കേട്ടോ. കാരണം ഇങ്ങനത്തെ ഒരു അത് ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. അത് കഴിഞ്ഞതാ വൈകുന്നേരം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും അടിച്ചു പൊളിച്ച് ഡാൻസൊക്കെ കളിച്ചു. ഡാൻസ് കളിക്കാൻ അറിയാത്തവർ പോലും അവിടെ അന്നത്തെ ദിവസം ഡാൻസ് കളിച്ചു കേട്ടോ. പാരൻസും പിള്ളേരും എല്ലാവരും കൂടി അടിച്ചു പൊളിച്ചു. കാരണം പണ്ടുള്ളവർ എന്നൊക്കെ പറഞ്ഞാൽ പാരൻസും പിള്ളേരൊന്നും അങ്ങനെ ഒരുമിച്ച് ഡാൻസ് കളിക്കുക, എൻജോയ്മെൻറ്റ് ഒന്നും ഇല്ലാത്തതാണ്. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും അച്ഛനും അമ്മയും പിള്ളേരൊക്കെ ഒരുമിച്ച് കളിക്കുക, അതാണല്ലോ. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഞങ്ങൾ അതുപോലെ തന്നെയായിരുന്നു.
അച്ഛനും അമ്മയും പിള്ളേരും ഒക്കെ ഒരുമിച്ച് തന്നെ എന്താ പറയുക പാട്ടൊക്കെ വെച്ച് ചിലർ പാട്ട് പാടി ചിലർ ഡാൻസ് കളിച്ചു. പിന്നെ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഞങ്ങൾ അടിച്ചു പൊളിച്ചു. കണ്ടില്ലേ ഇപ്പോൾ ഈ ചെറിയൊരു ചൂട് ഇല്ലെങ്കിൽ തന്നെ ഇപ്പോൾ പുക വരുന്നത് കണ്ടില്ലേ, അതായത് തണുപ്പും ഉണ്ട്, ഒപ്പം ആ കത്തിച്ചതിൻ്റെ ചൂടും അങ്ങനെയായിട്ട്. പക്ഷേ എന്നാലും ആ ഒരു എൻജോയ്മെൻ്റ് ഉള്ളിൽ നമുക്ക് തണുപ്പൊന്നും അറിയാനേ പറ്റിയില്ല കേട്ടോ. എല്ലാവരും അടിച്ച് പൊളിച്ച് തകർത്തു. എന്താ വെച്ചാൽ ഒരു ട്രിപ്പ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ, നമ്മൾ മൊത്തത്തിൽ ഒന്ന് ഹാപ്പി ആവുക. അതാണല്ലോ നമ്മുടെ, പിള്ളേരും ഹാപ്പി ആവണം, വലിയൊരു ഹാപ്പി ആവണം, നമ്മുടെ ടെൻഷനും ഒക്കെ ഫ്രീ ആയി ഇരിക്കുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടൂർ പോകുന്നത്. അപ്പോൾ അന്നത്തെ ദിവസം ഞങ്ങൾ എല്ലാ ടെൻഷനുകളും മാറ്റി വെച്ച് എല്ലാവരും എൻജോയ് ചെയ്തു. ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട്, അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ അന്നത്തെ ദിവസം വൈകുന്നേരം ഒരു ലേറ്റായിട്ടാണ് കിടുന്നത്. 1:30-2 മണിക്ക് ആവാറായിട്ടുണ്ടാവും. എന്നാലും അന്നത്തെ ദിവസം നമ്മൾ ഹാപ്പി ആയിട്ട് തന്നെ കിടന്നു. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം, അതായത് ഡേ 2 വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.